കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ അമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഒന്ന് ആലോചിക്കുക, ഇത്രയും നമ്മൾ ഈ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട് കല്യാണം കഴിച്ചു കൊടുത്തു. 7ാം ദിവസം നമ്മളവിടെ അടുക്കള കാണൽ ചടങ്ങിന് ചെന്നത് കാരണം മാത്രം സ്വന്തം മകളെ തിരിച്ചു കിട്ടിയ ഒരു അമ്മയുടെ വേദന അതെങ്ങനെ? നമ്മളൊരു ഈർക്കിൾക്കൊടി പോലും എടുത്ത് അടിച്ചിട്ടില്ല, അതിനുള്ള അവസരം അവർ തന്നിട്ടില്ല. അതിനെ 1 മണിക്കൂർ ആ ബെഡ്റൂമിലിട്ട് ചവിട്ടി കൂട്ടി ക്രൂരമായി മർദ്ദിച്ചിട്ട് അത് കേട്ടിട്ട് പോലും ചെല്ലാത്ത അവിടുത്തെ അമ്മയും പെങ്ങളും അവൻ്റെ ഒരു കൂട്ടുകാരൻ അതും കൂടി പറഞ്ഞു. ഈ കൂട്ടുകാരനെ വിളിച്ച് ഇവൻ്റെ ബെഡ്റൂമിൻ്റെ പക്കിൽ കിടത്തുന്നത് എന്തിനാ? അടുത്ത ബെഡ്റൂമിൽ ഇവൻ കിടത്തിയേക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് തടിക്ക് എൻ്റെ മോളുടെ ബോധം പോയപ്പോൾ അവനെയും കൂടി വിളിച്ചാണ് ഇവ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഒന്ന് എന്ത് പറ്റിയെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു, അവൾ സ്റ്റെയർ ഓടി അങ്ങനെ വീണതാണെന്ന് പറഞ്ഞു. പക്ഷേ പോലീസുകാർക്ക് അവിടുത്തെ ഡോക്ടർക്ക് മനസ്സിലായി ഇതല്ല കാര്യമൊന്ന്. അങ്ങനെ അവളോട് ചോദിച്ചു, എൻ്റെ മോളോട് ചോദിച്ചു എന്താണ് സത്യം ഇതാണ്. പക്ഷെ അതിനുശേഷം അവൻ കാല് പിടിച്ച് പറഞ്ഞെന്നാ പറഞ്ഞ, ഇങ്ങനെ പറ്റിപ്പോയി, ഇനി ഒരിക്കലും ഉണ്ടാകൂലടാ, നിന്നെ ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലടാ, നീ അതുകൊണ്ട് അങ്ങനെ പോലീസുകാരോട് പറയരുത്. എൻ്റെ മോള് 7 ദിവസം കൊണ്ട് അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് അവൾ നുണ പറഞ്ഞു. നുണ പറഞ്ഞല്ല, സത്യം ഡോക്ടറോട് പറഞ്ഞു. പക്ഷെ പറഞ്ഞ് കേസ് എടുക്കണ്ടെന്ന്. പക്ഷേ ഞങ്ങൾ ആ സംഭവം കഴിഞ്ഞ് അവൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ 12 മണിക്ക് ചെല്ലുമ്പോഴും എൻ്റെ മകളെ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അത് എത്രമാത്രം ക്രൂരമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്ക്. അതിൻ്റെ എല്ലാ ലക്ഷണം. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫറൂഖ് താലൂക്ക് ആസ്പത്രിയിൽ കൊണ്ടേ ചെല്ലുമ്പോൾ ആ ഡോക്ടർ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട് എൻ്റെ മോൾ ഏത് അവസ്ഥയിലായിരുന്നെന്ന്. അല്ലാണ്ട് ഈ രാഹുലിൻ്റെ വീട്ടുകാരോ മറ്റുള്ളവർ പറഞ്ഞവരല്ല, അതിനെല്ലാ തെളിവുകളുണ്ട്. അതിൽ കൂടുതൽ തെളിവ് നമ്മൾ പറൂരി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ അന്ന് കാണാച്ച തെളിവ് കയ്യുമലൊക്കെ ചോര ചത്ത പാട് ഒരടി അടിച്ചുള്ളന്ന്. നീതി വേണ്ടേ നമ്മൾക്ക്? ഇത്ര പച്ചക്കള്ള മകനെ രക്ഷിക്കുക. മകൻ എന്ന് വെച്ചാൽ മകനേക്കാൾ ക്രൂരമാണ് ആ തള്ള. ആ തള്ളയാണ് ആ മകൻ്റെ ജീവിതം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി ഇങ്ങനെ ആക്കിയെടുത്തത്. അവർ അന്ന് ഈ സംഭവം നടക്കുന്നെന്ന് കാലത്ത് മോനെ വിളിച്ചു മുറിയിൽ കയറ്റിയിരുത്തി മണിക്കൂറുകളോളം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് രാഹുലിൻ്റെ നിറം മാറിയത്. അത് കഴിഞ്ഞ് ഇവർ ഫംഗ്ഷന് പോയപ്പോൾ അവിടെ നിന്ന് അവൻ കഴിച്ചു. അത് കഴിഞ്ഞ് അവൻ ബീച്ചിൽ വിളിച്ചുകൊണ്ട് പോയവളാ. പക്ഷേ അപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? മദ്യം കഴിച്ചാൽ ഇങ്ങനെ ഒരാൾ വണ്ടി ഓടിക്കുമോ എന്ന് വെച്ചാൽ അവനും അത്രക്കും ഒരു ശക്തിമാനാണ്. ബീച്ചിൽ ചെന്നപ്പോൾ തുടങ്ങി അമ്മ ഇങ്ങനെയല്ലേ മറ്റതല്ലേ മറിച്ചതല്ലേ എന്നും പറഞ്ഞ് തുടങ്ങി. ഇവിടെ വന്ന് ഇവൻ ഇടി തുടങ്ങി കഴിഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തെന്നറിയാമോ? അതും കൂടി പറയാം. ഇവർ പറയുന്നുണ്ടല്ലോ, പിന്നെ ഈ ഫോൺ വന്നെന്ന്, ഒരു ഫോൺ എടുക്കാനുള്ളതോ അവളുടെ മാനേജർ വിളിച്ചിട്ട് അവൻ അത് ബ്ലോക്ക് ചെയ്ത്, അവളുടെ സഹോദരങ്ങളെ ബ്ലോക്ക് ചെയ്ത്, അവളിപ്പോൾ ജോലി ചെയ്തിരിക്കുന്ന ഫ്രണ്ട്സിനെ മുഴുവനും ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് അവൻ ആ കമത്തി കടത്തി മുതുകിനി നടുവിന് ഇടിച്ചിട്ട് ആ സമയത്ത് അവൻ അവളുടെ ഫോണിൽ നിന്ന് ഈ പയ്യനെ വിളിപ്പിക്കുകയാണ്, നീ വിളിക്കടി എന്നും പറഞ്ഞുകൊണ്ട്. ഒരവസ്ഥ ഒന്ന് നോക്കുക എൻ്റെ മകളുടെ. ഇത്രയും ക്രൂരമായിട്ട് അതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല. ഇപ്പം ഇനി ആ മകളെ ഞങ്ങൾക്ക് എങ്ങനെ തിരിച്ചെടുക്കണം? അങ്ങനെയുള്ളൊരു ഇതിലാണ് ഈ അമ്മ എന്ന നിലയിൽ ഞാൻ നിലനിൽക്കുന്നത്. അപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സത്യം ജയിക്കണം. ആദ്യം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മകളെ മനസ്സിലായില്ല, ഒട്ടും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വീണ്ടും നോക്കിയാണ് എൻ്റെ മകളെ ഇറങ്ങി വരാത്തത് എന്തുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഇവളിങ്ങനെ ചുമരും ചാരി നിൽക്കണുണ്ട്. അപ്പം അയ്യോ ഇതെൻ്റെ മകൾ തന്നെയല്ല. അപ്പം ചെന്നപ്പോൾ എന്താണ്, ആകെ വീർത്ത് കെട്ടിയ മുഖം, ഒരു ചത്ത ശവം. ജീവനുള്ളതല്ല, ജീവനുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. എന്നെ ഞാൻ ചോദിച്ചു, മോനെ എന്ത് പറ്റി? അമ്മ ബാത്റൂമിൽ വീണതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബാത്റൂമിൽ വീണു? എങ്ങനെയാണ് ബാത്റൂമിൽ വീണത്? അപ്പോഴും ഇവള് പറയുന്നത് ബാത്റൂമിൽ വീണു. പക്ഷേ ഞാനപ്പോൾ ചിന്തിച്ചത്, എത്ര ബാത്റൂമിൽ വീണാലും നമ്മൾ ഇത്രയും വീട്ടുകാർ, അവളുടെ സ്വന്തം ആങ്ങളമാരും ഇളയച്ചന്മാരും എല്ലാവരും ചെല്ലുമ്പോൾ അവൾക്ക് 26 പേരാണ് ഞങ്ങൾ ചെന്നേക്കുന്നത്, അവൾക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? പക്ഷെ അതില്ലല്ലോ, അവൾ ചത്തിരിക്കുന്നു, അവൾക്ക് സംസാരിക്കാൻ കഴിയണില്ല, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ മോളെ വിളിച്ചൊരു കസേരമേൽ ഇരുത്തിയിട്ട് ഞാൻ ഇവളുടെ മുഖം ഒന്ന് അങ്ങോട്ട് ശരിക്കും പരിശോധിച്ചപ്പോഴാണ് വലിയ ഒരു മുഴയാണ് ഈ നെറ്റത്ത്. അപ്പോൾ ആ മുഴ കണ്ടപ്പോൾ എനിക്ക് തോന്നി, എടാ ഇത് ബാത്റൂമിൽ വീണതല്ലല്ല, ഒരു ചതഞ്ഞിരിക്കണം, എന്തോ ഒരു ഇടി കിട്ടിയതിൻ്റെയാണ് എനിക്കതിന് തോന്നി. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താണ്, അപ്പോഴും മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ നോക്കിയപ്പോൾ എന്താണ്,
ഈ മൂക്കൂത്തിന്ന് ചോര വരണം, പിന്നെ മുഖത്തൊക്കെ നഖത്തിൻ്റെ പാട്, പിന്നെ ഈ 2 ചുണ്ടും ഇങ്ങനെ മലർന്ന് വീർത്ത് പൊട്ടിയിരിക്കുന്നു. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെന്തോ ഉപദ്രവിച്ചേക്കണത് തന്നെയാണ്. പക്ഷെ അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇവൻ്റെ അമ്മയാണെന്നാണ്. അവൻ്റെ അമ്മ അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യും. പക്ഷേ രാഹുലാണെന്ന് പറഞ്ഞോടുകൂടിയില്ല, ഞാൻ തളർന്നുപോയി. അങ്ങനെയാണ് ഞാൻ എൻ്റെ മോളെ അവിടെ പിടിച്ചിരുത്തി, അധികം മുമ്പാണ് ഞാൻ പറയാം, മോളെ പിടിച്ചിരുത്തി ചോദിച്ചിട്ട് അപ്പോഴും അവൾ പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ രാഹുൽ പറഞ്ഞ് കാല് പിടിച്ച് അവളുടെ പറഞ്ഞെന്നാണ് പറയണത്, ഇല്ലടാ ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, വീട്ടുകാർ വരുമ്പോൾ ഇങ്ങനെ പറയണം, അങ്ങനെ പറ്റിപ്പോയി, നിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് അത്ര വിഷമമുണ്ട്, പറ്റിപ്പോയടാന്ന് അവൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞ് അവൾ അതിൽ വീണ് അവൾ ഇതുപോലെ തന്നെ പറഞ്ഞു. പക്ഷേ ഞാൻ വിട്ടില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ മോള് പറയുന്നത് പച്ചക്കള്ളോണും അമ്മനോട് ഇത്രയും നാൾ ഞാൻ വളർത്താമെങ്കിൽ നിൻ്റെ ഓരോ ചള്ളും എനിക്ക് അറിയാൻ പറ്റും, അതുകൊണ്ടിട്ട് സത്യം പറഞ്ഞോളാം. ഞാൻ ചോദിച്ചു, മോൾക്ക് ഒരു ഉത്തര വിസ്മയാകേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ മോൾക്കൊരു ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് മോൾ ആർക്ക് വേണ്ടിയാണ് ഈ ജീവിതം ഇങ്ങനെ ആക്കാൻ പോണത്, പറയും, സത്യം പറയേണ്ട അമ്മ പോകില്ലെന്ന്. അതോടുകൂടി ഞങ്ങൾ ചെന്നവരിൽ കൂട്ടുന്ന കരച്ചിലായി. എന്താന്ന് വെച്ചാൽ അവരവരുടെ മകളെ, ഞാൻ പ്രസവിച്ചതാണെങ്കിലും മറ്റുള്ളവരെങ്ങനെയാണ് ആ കുട്ടീനെ കണ്ടിരുന്നത് അതുപോലെ. പിന്നെ അന്നേരത്ത് ചെയ്യേണ്ടിയിരുന്നത് അവൻ്റെ അമ്മനെയൊക്കെ വെട്ടിക്കൊന്ന് അവിടെ ഇട്ടിട്ട് പോരാനായില്ല. അപ്പോൾ നമ്മൾ ഓർത്തത് എന്താണെന്ന് പറയുമ്പോൾ നിയമത്തിൻ്റെ വഴി പോകണം. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. ഞങ്ങളിവിടെ നാട്ടിൽ വന്നിട്ട് എല്ലാവരും ചോദിക്കണത്, അവൻ്റെ കൈയും കാലും തല്ലിയൊടിച്ചെങ്കിൽ നിങ്ങൾക്ക് പോരായിരുന്നില്ലേ അവൻ്റെ അമ്മയുടെ എന്നാണ്. പക്ഷെ അത് ഞങ്ങൾ ചെയ്യാഞ്ഞത് തെറ്റായിപ്പോയെന്ന് ചിലപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് തോന്നാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചെയ്യണം ഇങ്ങനെയുള്ളവരെ.